വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബമായും കുലമായും എണ്ണി തുകയെടുപ്പീൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേലയെന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടേണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേൽ ഇട്ട് അതിനുമീതെ നീലശീല വിരിച്ച് തണ്ടു ചെലുത്തേണം. കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു നീലശീല വിരിച്ചു അതിന്മേൽ തടികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ചു തഹശുതോൽ കൊണ്ടുള്ള ഒരു മൂടുവിരിയിൽ അത് മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. ഒരു നീലശീലയെടുത്ത് വെള്ളത്തിനുള്ള നിലവിളക്കും അതിന്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിന്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം. അതും അതിന്റെ പാത്രങ്ങളൊക്കെയും തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ചുകെട്ടേണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമ്രശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വെക്കണം. തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ട് ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടി തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ എലിയാസർ നോക്കേണ്ടത് വെളിച്ചത്തിന്, എണ്ണ, സുഗന്ധധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിന്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ചു കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹരോനും പുത്രന്മാരും അകത്ത് കടന്നു അവരിൽ ഓരോരുത്തനെ അവനവന്റെ വേലയ്ക്കും അവനവന്റെ ചുമട്ടിനും ആക്കേണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്ത് കടക്കരുത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, ഗേർശോന്യരെയും കുലമായും കുടുംബമായി എണ്ണി തുകയെടുക്കുക. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണണം. സേവ ചെയ്യുന്നതിലും ചുമടെടുക്കുന്നതിലും ഗേർശോന്യ കുടുംബങ്ങൾക്ക് വേല എന്തെന്നാൽ, തിരുനിവാസത്തിന്റെ തിരശ്ശീല, സമാഗമന കൂടാരം, അതിന്റെ മൂടുവിരി, തഹശുതോൽ കൊണ്ടുള്ള അതിന്മേലുള്ള പുറമൂടി, സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശ്ശീല, പ്രാകാരത്തിന്റെ മറശ്ശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ വാതിലിനുള്ള മറശ്ശീല, അവയുടെ കയറ് എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗേർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പനപ്രകാരം ആയിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യരുടെ കുടുംബങ്ങൾക്ക് വേല ഇതുതന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈഥാമാരിന്റെ കൈക്കീഴായിരിക്കണം. മെരാര്യരെയും കുലമായും കുടുംബമായും എണ്ണണം. 30 വയസ്സ് മുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്കു അവർ എടുക്കേണ്ട ചുമട് എന്തെന്നാൽ, തിരുനിവാസത്തിന്റെ പലക, അന്താഴം, തൂൺ, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ തൂൺ, ചുവട്, കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ. അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർവിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹരോന്റെ മകൻ
ഈഥാമാരിന്റെ കൈക്കീഴ് സമാഗമന കൂടാരത്തിൽ മെരാരിയുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇതുതന്നെ. മോശെയും അഹ്റോനും സഭയിലെ പ്രഭുക്കന്മാരും കഹാത്യരിൽ 30 വയസ്സുമുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി. അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ 2750 പേർ. മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശെയും അഹ്റോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. ഗേർശോന്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായി എണ്ണപ്പെട്ടവരോ 30 വയസ്സുമുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി കുടുംബം കുടുംബമായും കുലം കുലമായി എണ്ണപ്പെട്ടവർ 2630 പേർ. യഹോവ കൽപ്പിച്ചതുപോലെ മോശെയും അഹ്റോനും ഗേർശോന്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാര്യ കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായി എണ്ണപ്പെട്ടവരോ 30 വയസ്സുമുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ ആകെ 3200 പേർ. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശെയും അഹ്റോനും മെരാരിയുടെ കുടുംബങ്ങളിൽ എണ്ണിയവർ ഇവർ തന്നെ. മോശെയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായി 30 വയസ്സുമുതൽ 50 വയസ്സുവരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പനപ്രകാരം അവർ മോശെ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ അവരെ എണ്ണി.